രാവിലെ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ പറ്റിയ ഒരു കിടിലൻ ഈസി തക്കാളി ചട്നിയാണ് ഇന്ന്. ഉള്ളി, തക്കാളി, വെളുത്തുള്ളിയാണ് ഇതിനു വേണ്ട ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇത് മൂന്നും കൂടി ഒരു മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുക. കളറിനും എരിവിനും വേണ്ട മുളക് പൊടികളൊക്കെ ചേർത്ത് ഇതൊന്ന് നല്ലോണം അരച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അരച്ച് കഴിയുമ്പോൾ നല്ല കിടിലൻ കളറിൽ കിട്ടും. ഇനി ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക്, ജീരകം, ഉഴുന്ന് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മൂപ്പിക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കുക. ഇതിനു മുന്നേ നമ്മൾ വേറൊരു തക്കാളി ചട്നീൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വേറെ, ഇത് വേറെ. ഈ ചട്നി നല്ലോണം തിളച്ച് വാങ്ങി വയ്ക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. മല്ലിയിലയും ചേർത്ത് കഴിഞ്ഞ് അടുപ്പ് ഓഫ് ചെയ്യുക. ഇത്രേ പരിപാടിയുള്ളൂ. വളരെ സിമ്പിൾ അല്ലേ? മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള തക്കാളി ചട്നീൻ്റെ വീഡിയോയിൽ തക്കാളി കുക്ക് ചെയ്തതിന് ശേഷമാണ് അരച്ചെടുക്കുന്നത്. അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു പണി നോക്കാവുന്നതാണ്. ഇതാകുമ്പോൾ കുക്ക് ചെയ്യേണ്ട പണിയൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നി ഉണ്ടാക്കാം. ഏത് കറീൻ്റെ കൂടെ ആയാലും ഇഡ്ഡലി കഴിക്കുമ്പോൾ ഇങ്ങനെ നല്ലോണം കറിയിൽ മുക്കി നല്ല മിക്സ് ചെയ്ത് കഴിക്കുക. തക്കാളി ചട്നിയിൽ വെറൈറ്റികൾ നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സംഭവം അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻസ് അറിയിക്കുക. ഈ വീഡിയോ മാത്രമല്ല എല്ലാ വീഡിയോയും കാണണം കേട്ടോ. എന്നിട്ട് ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.